ഹായ് ഗൈസ്. സോ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് പഠിക്കാൻ. ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഇതാ നീണ്ട് കിടക്കുകയാണ്. എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, എങ്ങനെയാ പഠിച്ചു തീർക്കാന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ചാപ്റ്റർ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സോ ഈ ഒരു വീഡിയോയില് നമ്മൾ പ്രിസംസ് അല്ലെങ്കിൽ നമ്മളുടെ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ഈ ചാപ്റ്റർ ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോവാണ്. അപ്പൊ എൻ്റെ കൂടെ നിന്നാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ് കാര്യം. ഓക്കെ, അപ്പൊ എന്താണ് പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന് പറഞ്ഞാല്? അതായത് ഇവിടെ നോക്ക്, ഇതൊരു ബോക്സ് ആണ് അല്ലെ. ബോക്സിന്റെ താഴെയും ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, മുകളിലും ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. താഴെ ഒരു റെക്റ്റാങ്കിൾ ആണ്, മുകളിലും ഒരു റെക്റ്റാങ്കിൾ ആണ്. അങ്ങനെ താഴെയും മുകളിലും ഒരേ ഷേപ്പ് ആണെങ്കിൽ, ഫ്ലോറിലും സീലിംഗിലും ഒരേ ഷേപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്തംഭങ്ങൾ അല്ലെങ്കിൽ പ്രിസംസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്ക്, ഇതൊരു ഗ്ലാസ്, ഇതാ എജ്യൂപോർട്ടിന്റെ ഗ്ലാസ് ആണ്. അപ്പൊ എജ്യൂപോർട്ടിന്റെ ഗ്ലാസ്സിൽ ഇതാ നോക്ക്, താഴെ എന്താണ്? ഒരു സർക്കിൾ ആണ്. മുകളിലും എന്താണ്? സർക്കിൾ തന്നെയാണ്. ഇതും എന്താടാ? ഒരു പ്രിസം തന്നെയാണ്. അതായത് താഴെ മുകളിലും ഒരേ ഷേപ്പ് ഉള്ളതിനെയാണ് നമ്മൾ പ്രിസം എന്ന് പറയാ. താഴെ ബേസ് എന്ന് പറയും കേട്ടോ. താഴെ മുകളിലും എന്താ പറയാ? ബേസ് എന്നാണ് കേട്ടോ പറയാ. ഇവനി എന്താ പറയാ? ബേസസ് എന്നാ പറയാ. ദെൻ ഇവന്മാരില്ലേ, ഈ ബേസ് കൂടാതെ വേറെയും നമുക്ക് വശങ്ങളുണ്ട് അല്ലെ. ഈ ബേസ് ഇതാ ഇവിടെയും ബേസിലും റെക്റ്റാങ്കിൾ ആണ്. ബാക്കിയുള്ളതാ ഇവന്മാരില്ലേ, ഇവിടെ ഉള്ള ഈ വശങ്ങള്, ഇതിനെന്താ പറയാന്നറിയോ? ഇതിനെയാണ് പറയുന്നത് ലാറ്ററൽ ബേസസ് എന്ന്. ഓക്കെ, പാർശ്വമുഖങ്ങള്. ഇതെന്താണ്? ബേസസ് ആണ്, പാദങ്ങളാണ് ഇത്. ഇതെന്താണ്? പാർശ്വമുഖങ്ങളാണ്, ലാറ്ററൽ ബേസസ് ആണ്. സിമ്പിൾ കാര്യല്ലേ? അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ താഴെ മുകളിലും ട്രയാങ്കുലാർ ആണെങ്കിൽ നമ്മൾ ട്രയാങ്കുലാർ പ്രിസം എന്നാ പറയാ, ത്രികോണ സ്തംഭം. ഇതെന്തായിരിക്കും? താഴെ മുകളിലും സ്ക്വയർ ആണെങ്കിൽ അത് സ്ക്വയർ പ്രിസ് ആയിരിക്കും, സമചതുര സ്തംഭമായിരിക്കും. ഇത് താഴെ മുകളിലും നമ്മളുടെ വൃത്തം സർക്കിൾ ആണെങ്കിൽ എന്തായിരിക്കും? സർക്കുലാർ പ്രിസ് ആയിരിക്കും. ഓക്കെ, അതിന് സിലിണ്ടർ എന്നും പറയൂ കേട്ടോ, വൃത്തസ്തംഭം എന്നും പറയും. ഇനി താഴെ മുകളിലും റെക്റ്റാങ്കിൾ ആണെങ്കിൽ അത് ചതുര സ്തംഭമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്തംഭങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ ഈ സ്തംഭങ്ങൾ ഏതായിക്കോട്ടെ, നമുക്ക് ആ ഒരു സ്തംഭം തന്നാൽ അതിന്റെ വോളിയം എങ്ങനെയാ കാണുക, വ്യാപ്തം എങ്ങനെയാ കാണുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് മക്കൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു റെക്റ്റാങ്കുലാർ പ്രിസം എടുത്തു, ചതുര സ്തംഭം എടുത്തു. ഇതിൽ എനിക്ക് എന്ത് ചെയ്യണം? മണ്ണ് നിറയ്ക്കണം. അപ്പൊ ഇതിൽ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ ഇതിൽ എത്ര മണ്ണ് കൊള്ളും? അതാണ് എന്ത്? ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഏതൊരു പ്രിസം എടുത്താലും ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? സിമ്പിൾ, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. സിമ്പിൾ അല്ലേ? അതായത് പാദത്തിന്റെ പരപ്പളവ് ഇൻറ്റു ഉയരാണ്. സിമ്പിൾ. അതായത് ഇവിടെ ഉള്ള ഈ റെക്റ്റാങ്കുലാർ പ്രിസം അല്ലേ, ഈ റെക്റ്റാങ്കുലാർ പ്രിസം ആണെങ്കിൽ ഇതിന്റെ പാദപരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ബേസിൽ ഒരു റെക്റ്റാങ്കിൾ ആണുള്ളത്. അതായത് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഇൻറ്റു ഇവന്റെ ഹൈറ്റ് ആയിരിക്കും ഇതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിൻ്റെതാണെങ്കിലോ, സിലിണ്ടറിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ സർക്കിൾ ആണ് അല്ലെ ഉള്ളത്. സർക്കിളിന്റെ ഏരിയ എന്താണ്? πr സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ അല്ലെ. അപ്പൊ സർക്കിളിന്റെ ഏരിയ πr സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് ആണ്. πr സ്ക്വയർ ഇൻറ്റു h ആയിരിക്കും. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ എന്താണ്? ഇവിടെ ഇതൊരു റെക്റ്റാങ്കുലാർ പ്രിസം ആണ് അല്ലെ തന്നിട്ടുള്ളത്. ഈ റെക്റ്റാങ്കുലാർ പ്രിസത്തിന് ഇതാ നോക്ക്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതുപോലെ ഇതാ നോക്ക് മുകളിലും ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ദെൻ ഇതിന് ഹൈറ്റ് ഏതാ വരിക? ഇവനാണ് അല്ലെ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് 3 ആണ് എന്ന് ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഇതിന്റെ ബേസ് ഏരിയ അറിയണം. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ അല്ലെ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാണുക? റെക്റ്റാങ്കിളിന്റെ ഏത് റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? നീളം ഇൻറ്റു വീതിയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ. അപ്പൊ ഇവിടെ ലെങ്ത് എന്താ? ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്താണ്? ഇവിടെ തന്നെയാണ്, ഇത് 2 ആണ്, ഇത് 5 ആണ്. അതായത് ഈ റെക്റ്റാങ്കിളിന്റെ വീതി 2 ആണ്, 5 ആണ് ഇതിന്റെ ലെങ്ത്. അതായത് ബേസ് ഏരിയ എന്താണ്? ബേസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്?
നമ്മുടെ പാദ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 10 ആയിരിക്കും അല്ലെ. ഇനി ഹൈറ്റ് എന്താടാ? ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കടാ? വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. 10 × 3 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 30. ഓക്കെ, സിമ്പിൾ കാര്യമല്ലേ? 30 ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. 30 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരിക. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. വോളിയം സെന്റിമീറ്റർ ക്യൂബ് ആണ്. സിമ്പിൾ കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ നമ്മളുടെ വോളിയം കാണാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്തംഭം പ്രിസം തന്നു കഴിഞ്ഞാൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ് എങ്ങനെയാ കാണാന്നുള്ളതാ. അതായത് ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഇതിൽ എത്ര മണ്ണ് കൊള്ളും? വോളിയാണ് അല്ലേ പഠിച്ചത്. ഇതിന് എന്തൊക്കെയുണ്ട്? ബേസസും ഉണ്ട്, ലാറ്ററൽ ബേസസും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ലാറ്ററൽ ബേസസിലെ ഈ സൈഡിലൂടെയുള്ള ഈ ബേസസിലെ ഈ ബേസിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളതാണ് മിസ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ആണെങ്കിലോ ഇത് ഇവനാണ് അല്ലേ ബേസസ്. ലാറ്ററൽ ബേസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവനാണ്. ഈ സൈഡിൽ ഇങ്ങനെയുള്ള ഭാഗമല്ലേ, ഇങ്ങനെയുള്ള ഭാഗമാണ് ലാറ്ററൽ ബേസസ്. പക്ഷെ ഇതിന് ലാറ്ററൽ ബേസസിന്, ഈ സിലിണ്ടറിന്റെ ലാറ്ററൽ ബേസസിന് എന്താ പറയാന്നറിയോ? കേർവ്ഡ് എന്നാ പറയാ. ഓക്കെ, കേർവ്ഡ് ബേസസ് എന്നാ പറയാ. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇനി പഠിക്കുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ ഈ സിമ്പിൾ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ മിസ് LSA എന്ന് എഴുതാം. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അതായത് എന്തായിരിക്കും? പാദ ചുറ്റളവ്. ഓക്കെ, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്. സിമ്പിൾ. പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ് എന്ത്? പാർശ്വമുഖ പരപ്പളവ്. പാമുപാന്നെഴുതി. പാർശ്വമുഖ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അതായത് ഇവിടെ നോക്ക്, ഇതിന്റെ പാദ ചുറ്റളവ് എന്താണ്? ഇവിടെ പാദത്തിൽ ആരാ ഉള്ളത്? ബേസിൽ ആരാ ഉള്ളത്? റെക്റ്റാങ്കിൾ ആണുള്ളത്. ഈ റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലെ. നമ്മളുടെ ഇതിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ റെക്റ്റാങ്കിളിന്റെ അത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഇതിന്റെ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമാണ് അല്ലെ. യെസ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ബേസ് പെരിമീറ്റർ ഓഫ് എ പ്രിസം ഇസ് 25 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഇസ് 20 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ്? ഒരു സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 25 സെന്റിമീറ്ററും അതിന്റെ ഉയരം 20 സെന്റിമീറ്ററുമാണ്. അതിന്റെ പാർശ്വമുഖ പരപ്പളവ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? എന്താടാ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലെ. എന്താണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദ ബേസ് പെരിമീറ്റർ 25 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 × 20 എന്താടാ വരിക? 5500 ആ വരിക അല്ലെ. 500 ആണ് എന്ത്? ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേടാ? സിമ്പിൾ കാര്യമല്ലേ? നമുക്കറിയാം അല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നോക്ക്, ഇനി സർഫസ് ഏരിയ എങ്ങനെയാ കാണുക? അതായത് ആകെ ഉപരിതല പരപ്പളവ്. അതായത് ഈ ഒരു റെക്റ്റാങ്കിൾ, ഈ ഒരു റെക്റ്റാങ്കുലർ പ്രിസം മിസ് എടുത്തു. അതിന് എന്താണ്? ലാറ്ററൽ ബേസസും ഉണ്ട്, അതുപോലെ തന്നെ ബേസസും ഉണ്ട് അല്ലെ. അപ്പൊ ലാറ്ററൽ ബേസസിന്റെ ഏരിയ നമ്മൾ പഠിച്ചു. ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാ കാണാന്ന് പഠിച്ചു. ഇതിന് ലാറ്ററൽ സർഫസ് ഏരിയ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലെ. ലാറ്ററൽ സർഫസ് മാത്രമല്ല ഉള്ളത്, മുകളിലും താഴെ എന്തുണ്ട്? ബേസ് ഉണ്ട്. അപ്പൊ ആകെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ആകെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ ലാറ്ററൽ സർഫസ് ഏരിയയിലേക്ക് ഈ 2 ബേസിന്റെ ഏരിയയും കൂടെ കൂട്ടണം. അതായത് ഇതെന്തായിരിക്കും വരിക? സർഫസ് ഏരിയ, ആകെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കടാ? ഈ ലാറ്ററൽ സർഫസ് ഏരിയയിലേക്ക് എന്തും കൂടെ കൂട്ടണം? 2 ബേസിന്റെ ഏരിയയും കൂടെ കൂട്ടണം. അതായത് 2 × ബേസ് ഏരിയയും കൂടെ കൂട്ടണം. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ നോക്ക്, പാർശ്വമുഖ പരപ്പളവ് പാമുപ, അതിലേക്ക് എന്ത് കൂട്ടണം? 2 × പാദ പരപ്പളവും കൂടെ അങ്ങ് കൂട്ടണം. ഓക്കെ, 2 × പാദ പരപ്പളവും കൂടെ കൂട്ടണം അല്ലെ. സിമ്പിൾ കാര്യം അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദ ചുറ്റളവ് 12 സെന്റിമീറ്ററും
ഉയരം 5 സെന്റിമീറ്ററുമാണ്. അതിന്റെ ആകെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 centimeter and its height is 5 centimeter. What is its total surface area എന്നാ ചോദിച്ചിട്ടുള്ളത്. അതായത് നോക്കിയടാ, ഇതെന്താണ്? ഒരു സമഭുജ ത്രികോണ സ്തംഭാണ്. അതായത് ഇതിന്റെ താഴെയും മുകളിൽ നോക്ക്, ഇതിന്റെ താഴെയും മുകളിലും ആരാ ഉള്ളത്? സമഭുജ ത്രികോണങ്ങളാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണുള്ളത്. എന്ന് നമ്മളോട് പറയാ, ഈ സമഭുജ ത്രികോണത്തിന്റെ പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ എന്താണ്? പാദ ചുറ്റളവ് അല്ലെങ്കിൽ ബേസ് പെരിമീറ്റർ എന്തായിരിക്കുംടാ? ബേസ് പെരിമീറ്റർ 12 ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ബേസ് പെരിമീറ്റർ എത്രയാണ്? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? 5 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം നമ്മളുടെ സർഫസ് ഏരിയ കാണുക എങ്ങനെയാ? സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ അല്ലേ? അപ്പൊ നമ്മൾ നോക്ക്, ലാറ്ററൽ സർഫസ് ഏരിയ ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് കണ്ടൂടെ? ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അതായത് പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം, അതായത് 12 ഇൻറ്റു 5 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 2 10, 1 ശിഷ്ടം 5 1 5, 60 ആണ് അല്ലെ? 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പെരിമീറ്ററിന്റെ എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമ്മളുടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ആകെ സർഫസ് ഏരിയ എന്തായിരിക്കും? ലാറ്ററൽ സർഫസ് ഏരിയയിലേക്ക് 2 ഇൻറ്റു ബേസ് ഏരിയ കൂട്ടണം. അതായത് ബേസ് ഏരിയ കാണണം അല്ലെ? നമുക്കറിയാം ഇതെന്താണ്? താഴെയും മുകളിലും എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണാ കാണുക? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്? √3/4 a² ആണ് അല്ലെ? ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെ? നമ്മളുടെ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷന് √3/4 a² ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റെ ഒരു സൈഡാണ്. നമുക്കറിയാം ഇവന്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈ സൈഡും ഈക്വൽ ആണ് അല്ലെ? ഈ സൈഡും ഈക്വൽ ആണ്. ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 സെന്റിമീറ്റർ. അതായത് ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 12 ആണ്. അതായത് ഈ വശവും കൂടെ കൂട്ടിയാൽ 12 കിട്ടും. അങ്ങനെയെങ്കിൽ ഒന്ന് എത്ര ആയിരിക്കും? സിംപ്ലി പറയാൻ പറ്റും, 4 ആണ്. ഇത് 4 ആണ്, ഇതും 4 ആണ്, ഇതും 4 ആണ്. 4 + 4 + 4 ആണ് 12 എന്ന് വരിക അല്ലെ? അതായത് ഒരു വശം എത്രയാണ്? 4 ആണ്. അങ്ങനെയെങ്കിൽ ബേസ് ഏരിയ എത്രയായിരിക്കും? √3/4 a², അതായത് 4ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഒരു 4, ഇവിടെ 4 പോയാൽ 4√3 ആയിരിക്കും എന്താ? ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കണ്ടേ, ആകെ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ആകെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ലാറ്ററൽ സർഫസ് ഏരിയയിലേക്ക് എന്തൂടെ കൂട്ടണം? 2 ഇൻറ്റു ബേസ് ഏരിയയും കൂടെ കൂട്ടണം അല്ലെ? 2 ഇൻറ്റു ബേസ് ഏരിയയും കൂടെ കൂട്ടണം. ദാറ്റ് ഈസ് ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 60 ആണ്. 60ലേക്ക് ആരും കൂടെ കൂട്ടണം? 2 ഇൻറ്റു ബേസ് ഏരിയ എത്രയാണ്? 4√3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 8, 4 4 2 8 ആണ്. 8√3 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതാണ് നമ്മളുടെ ആൻസർ. ഇത്ര മതി കേട്ടോ. ഈ √3ന്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾ ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ടൈം കളയണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിച്ചില്ലേ? അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ വേണോ അല്ലെ? നോട്ട്സ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ ദെൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ദെൻ ദ ഇന്നർ ഡയമീറ്റർ ഓഫ് എ well is 2.5 centimeter and it is 8 meter deep. What would be the cost of cementing its inside at 350 rupees per square meter? അതായത് ഒരു കിണറിന്റെ അകത്തെ വ്യാസം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്ററും ആഴം 8 മീറ്ററുമാണ്. ഇതിന്റെ ഉൾഭാഗം സിമന്റ് തേക്കുന്നതിന് ചതുരശ്ര മീറ്ററിന് 350 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകുന്ന പറഞ്ഞത്. അതായത് കിണർ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ തന്നെയല്ലേ ഉണ്ടാവുക അല്ലെ? കിണർ എന്ന് പറഞ്ഞാൽ താഴെ ഒരു സർക്കിൾ ആയിരിക്കും,
മുകളിൽ ഒരു സർക്കിൾ ആയിരിക്കും. ഈ രൂപത്തിലാണ് അല്ലേ ഉണ്ടാവുക. അതായത് കിണർ എന്താണ്, എന്താണ്, ഒരു സ്തംഭമാണ് അല്ലെ, പ്രിസമാണ് ഇത് അല്ലെ, പ്രിസമാണ്. അപ്പൊ നമ്മളോട് പറയാണ് ഇതിന്റെ അകംഭാഗത്ത് നോക്ക്, ഇതിന്റെ അകംഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ അകംഭാഗം നമുക്ക് എന്ത് ചെയ്യണം, സിമെന്റ് ചെയ്യണം. ഓക്കെ, സിമെന്റ് ചെയ്യണം. ആ സിമെന്റ് ചെയ്യാൻ നമ്മളോട് ഒരു 350 rupees per square meter ആണെങ്കിൽ ആകെ എത്ര വേണ്ടി വരുമെന്ന്. അതായത് ഇവിടുത്തെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാന്ന് കിട്ടും അല്ലെ. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭാഗത്തെ ഏരിയ മാത്രം, അതായത് ലാറ്ററൽ സർഫസ് ഏരിയ. പക്ഷെ ഇതിനെന്താ പറയാ, ഇതിനെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കേർവ്ഡ്. നമ്മൾ ഈ സിലിണ്ടറിലേക്ക് വരുമ്പം ഇവൻ എന്താ പറയാ, കേർവ്ഡ് സർഫസ് ഏരിയ എന്നാ പറയാ. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയക്ക് പകരം നമ്മൾ എന്താ പറയാ, കേർവ്ഡ് സർഫസ് ഏരിയ എന്നാ പറയാ. അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിമെന്റ് ചെയ്യാൻ എത്ര രൂപ ആവശ്യമാണെന്ന് കിട്ടും അല്ലെ. സോ ഇവിടെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് എന്താടാ, വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമാണ്. നേരത്തെ പോലെ തന്നെ പേര് മാറിയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇക്വേഷനിൽ ഒരു മാറ്റവും ഇല്ല. ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാ കാണാ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരീന്ന് എഴുതാം, പെരി ചിക്കൻ പോലെ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ്, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരമാണ്. ഓക്കെ, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം തന്നെയാണ്. ഈ പേര് മാറിയെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഇക്വേഷനിലൊന്നും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് എന്നൊക്കെ പറഞ്ഞാലും കൂടിയിട്ട് ഇതെന്ത് തന്നെയാണ്, നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ കാണാ, ഇതിന്റെ ബേസ് പെരിമീറ്റർ എന്താടാ, ഇതിന്റെ താഴെയും മുകളിലും എന്താണ്, വൃത്താണ് ഉണ്ട്, വൃത്താണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വൃത്തത്തിന്റെ പെരിമീറ്റർ എന്താണ്, 2πr ആണ് അല്ലെ. 2πr ആണ്. ദെൻ ഹൈറ്റിന് ഞാൻ h എന്ന് കൊടുത്തു, 2πrh. ദെൻ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ദ ഡയമീറ്റർ ഓഫ് എ വെല്ല് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് എന്താണ്, 2.5 ആണല്ലോ, 2.5. അങ്ങനെയെങ്കിൽ റേഡിയസ് എൻ്റെ മക്കൾ പറഞ്ഞേ എത്രയായിരിക്കും റേഡിയസ്, സിമ്പിൾ ആണ് അല്ലെ. 2.5ന്റെ പകുതി എത്രയാണ്, 1.25 അല്ലെ. 1.25 ആണ് റേഡിയസ് എന്ന് പറയുന്നത്. 8 മീറ്റർ ഡീപ്പ് എന്നാ പറഞ്ഞത്. അതായത് ഈ ഒരു കിണറിന് 8 മീറ്റർ ആണ് ഇതിന്റെ ഡീപ്പ്. അതായത് ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, 8 മീറ്റർ ആണ്. ഓക്കെ, 8 മീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്, 8 ആണ്. അപ്പൊ സിംപ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ, 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 1.25 ഇൻറ്റു ഹൈറ്റ് 8. ഇനി നോക്ക് സിമ്പിൾ, 2 ഇൻറ്റു 1.25 ആദ്യം ചെയ്തു. അതായത് എത്രയാണ്, 2.5 ഇൻറ്റു പൈ ഇൻറ്റു 8 അല്ലെ. 2.5 ഇൻറ്റു പൈ ഇൻറ്റു 8. 2.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 ആണ്. ദെൻ 0.5 ഇൻറ്റു 8 എന്ന് പറയുന്നത് 4 ആണ്. അതായത് 20 പൈ ആയിരിക്കും അല്ലെ. 20 പൈ ആണെന്ത്, ഇതിന്റെ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത്. എന്താണ്, 20 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 20 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞു the cost for cementing its inside at 350 per square meter എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പൈനെ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ദെൻ 20 പൈ എന്ന് പറഞ്ഞാൽ എന്താടാ, 20 ഇൻറ്റു 3.14 ആണ് അല്ലെ. അതായത് എത്രയായിരിക്കും വരിക, 2 ഇൻറ്റു 6.28 ആണ്. അതായത് 62.8 ആയിരിക്കും ആൻസർ. 62.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 62.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 1 സെന്റിമീറ്റർ നോക്ക്, 1 സെന്റിമീറ്റർ സ്ക്വയറിന് നോക്കൂ, 1 സെന്റിമീറ്റർ സ്ക്വയറിന് 350 രൂപയാണെങ്കിൽ 2 സെന്റിമീറ്റർ സ്ക്വയറിന് എന്തായിരിക്കും, 2 ഇൻറ്റു 350 ആയിരിക്കും. അതുപോലെ 62.8 സെന്റിമീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും പൈസ വരിക, എത്ര രൂപയായിരിക്കും അവർക്ക് സിമെന്റ് ചെയ്യാൻ വരിക, എത്രയായിരിക്കും, അത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമേ എന്തിലുള്ളൂടാ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് സിലിണ്ടറിനെ കുറിച്ചും നമ്മളുടെ അല്ലാത്ത സ്തംഭങ്ങളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതാ മതി, അത് വേറെ ആക്കി പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരൊറ്റ
രീതിയിൽ പഠിച്ചാൽ മതി. ഈ സിലിണ്ടറിന്റെ താഴെ മുകളിൽ ഇതിനെ നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയ എന്നൊക്കെ പറയെങ്കിലും കേടിയിട്ട് വക്രതല പരപ്പളവ് എന്ന് പറയെങ്കിലും കൂടിയിട്ട് സെയിം ആണ് നമ്മളുടെ ഇക്വേഷൻ ഒക്കെ വരുന്നത്. അപ്പൊ സെയിം ആയിട്ട് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കൂലേ? അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീഡിയോസ് അല്ല, നമ്മളുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവിലെല്ലാം ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.